എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ പറയുന്നത്? എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം മീൻപിടുത്തം നടന്ന സ്ഥലങ്ങളായതല്ല. വെള്ളം കുറഞ്ഞ്, പക്ഷെ മീനുണ്ട്. ഈ കുഴിക്കകത്തൊക്കെ മീൻ കാണുമല്ലോ. എങ്ങനെ നടന്നു സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം എന്തോ മീൻ പിടുത്തമായിരുന്നു ഇവിടെ. ഭയങ്കര ആൾക്കാരായിരുന്നു മീൻ പിടിക്കാനൊക്കെ. ഇഷ്ടംപോലെ മീൻ, ആവശ്യത്തിന് മീൻ എല്ലാവർക്കും കിട്ടി. ഇപ്പോഴും മീനുണ്ട്. വെള്ളം അഴുക്കായപ്പോഴത്തേക്കിന് മീൻ ഓക്സിജൻ കിട്ടാതെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. ചത്തു പോകുന്നുണ്ട്. പൊങ്ങി നിൽപ്പുണ്ട്. ഇവിടെ കുറേ കുളങ്ങളുണ്ട്. കുളത്തൊക്കെ മീൻ വിഷകാരുണ്ട്, എല്ലാവരും ഉണ്ട്. വല്ല അനക്കം വല്ല ഉണ്ടോ? കോട്ട കാര്യം തോന്നുന്നു. കഴിഞ്ഞ ദിവസം മീൻ പിടുത്തം നടത്തുന്ന ആ കുഴി ലെവൽ ചെയ്ത്. അമ്മേ, പിടിക്കാൻ പറ്റുമോ? അത് താഴെ കാണും. അതാണ് ഉണ്ട്. ഏതാ? ജോയിച്ചൻ്റെ ഇപ്പം തപ്പി പിടിച്ചു. ചേട്ടാ, അവിടെ ഒരാൾ വല വീശിയിട്ടുണ്ട്. സുഹൃത്തത് കുഴിയാണ്, പക്ഷെ പുല്ലടിയുള്ളതുകൊണ്ട് മീനകത്ത് കയറത്തില്ല. മീൻ ആവശ്യത്തിനുണ്ടോ കുഴിക്കകത്തൊക്കെ, പക്ഷെ മീൻ അങ്ങോട്ട് കയറുന്നില്ല. കണ്ടോ പുല്ല് കയറി, കണ്ടോ വല മണങ്ങിയില്ല. അടിയിലോട്ട് പോയെങ്കിലേ അത് ഒന്ന് ഇതാകത്തുള്ളൂ. അത് ചെറിയ കുഴിയാണ്. അത് ചേട്ടാ, അവിടെ ഒരു കുഴി ഉണ്ടോ? അവിടെ ഒന്ന് വീശി നോക്കടാ. അവിടെ ആരും പിടിക്കുന്നില്ലല്ലോ ഇപ്പോൾ. അത് പിടിച്ച് അത് മീൻ ഇനിയും ഇപ്പുണ്ട്. അത്ര മടവല ഉണ്ടെങ്കിൽ കാര്യം നടക്കും. എവിടെയുള്ള പറയാം അടക്കം അറിയത്തില്ല. നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പം നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റായി കൂടി രേഖപ്പെടുത്തുക. ഇനി അതിനകത്ത് വല്ലതും ഉണ്ടോ? എല്ലാം തൂത്ത് പിടിച്ചോ? നേരത്ത് മൊത്തം ചാടിപ്പോന്നു. വലക്കകത്ത് കോരി എടുക്കുമ്പോഴത്തേക്ക് നിൽക്കാനാ പറഞ്ഞു. നമ്മൾ വല പൊക്കി എടുക്കും. നമ്മൾ ഊർന്ന് അറിവൂട്ട നിരങ്ങാണ് പോകും. ആണോ? ഭയങ്കര കുടിയായി. നീ വീശുന്നില്ലടാ. അടുത്ത ദിവസം രാവിലെ ആയപ്പം നല്ല വെള്ളം തോട്ട്. രാത്രിക്ക് ഭയങ്കര മഴയായിരുന്നു. കിഴക്ക് പെയ്ത് മഴ തെളിയിക്കും. നല്ല വെള്ളപ്പൊക്കമായിരുന്നു. നല്ല വെള്ളം വരുമായിരുന്നു. കാരണം കണ്ടത്തിലെ വെള്ളമെല്ലാം ഇറങ്ങി മാറിയായിരുന്നു. കഴിഞ്ഞ ദിവസം മീൻപിടുത്തത്തിൽ വെള്ളം കയറി. പിന്നെ മഴയില്ലായിരുന്നു. മഴയില്ലാത്തപ്പോൾ പിന്നെ വെള്ളമെല്ലാം പറ്റിയായിരുന്നു അവിടുത്തെ. പക്ഷേ വീണ്ടും രാത്രിയിലും മഴയ്ക്ക് വീണ്ടും വെള്ളം കയറി. വീണ്ടും പഴയ പോലെ മീൻപിടുത്തമില്ലെങ്കിലും ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. തപ്പിപ്പിടുത്തമൊന്നുമില്ല. കൂടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെള്ളത്തിന് ഒഴുക്കുണ്ട്. നല്ല
കിഴക്ക് അവിടെ ഉരുള് വല്ലതും പൊട്ടിയിട്ടോ വെച്ചാൽ ഉരുള് പൊട്ടിയായിട്ടൊന്നും അറിവില്ല. പാലയിലൊക്കെ ഉരുള് പൊട്ടിയിട്ടുണ്ട്. പിന്നെ രാവിലെ ശശിമുഖി ചേച്ചിയുടെ മോളാണ് വിളിച്ചത്. അവരുടെ വീടിൻ്റെ പുറകിലൊക്കെ അവിടെയൊക്കെ വെള്ളമുണ്ട്. റബ്ബർ തോട്ടത്തിനൊക്കെ വെള്ളമാണ്. കൂടുണ്ടോ അവിടെ? അതിന് നമുക്ക് ഇതായിട്ടില്ല. എല്ലാവരും ഷോട്ട് എടുത്തിടും. എന്താ ഇതെവിടെ നേടിയത്? ഇത് ആ പിടിക്കേ. ഞാൻ എഴുതി വരാം. ഇവിടെ വേറെ വലിയൊരു വലയും പിടിച്ച് ഭയങ്കര മീൻ പിടുത്തം. പൊക്കുമ്പം കാണിക്കാം പുഴയുടെ വല അല്ലേ. അത് മീൻ കിട്ടുമോ ഇല്ലേ നമുക്ക് അന്നേരം അറിയാം. ഇതേ ഇവിടെ അറിയാം. ഉടക്കോല നിങ്ങളെയാണോ? ഇത് അമ്മ നീട്ടിയിട്ടാൽ പോയതല്ലോ. തൂളി വല്ല മതി. തൂളി കയറുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ ഇപ്പോഴും തൂളിയുണ്ട്. കാരണം വായിച്ചാൽ ഇപ്പോൾ താണ്ട ആ കൂട്ടിനകത്തുള്ളൂ. 1 കിലോ തൂളി കാണാൻ തോലും. തൂളി വല്ലൊന്നും പിടിക്കുന്നില്ല. താണ്ട് അവിടെ ഒരു മുള്ളി ഉടക്കിയിട്ടുണ്ട്. താണ്ട് മീൻ ഇത് കയറുമ്പോഴത്തേക്കിനെ പറയുന്നത് മീൻ വെള്ളം ഇരുത്തുവാണ്. ഇതും പള്ളത്തിയൊക്കെ. ഈ ആലപ്പുഴ വരെ ചേർത്തല ഭാഗത്ത് അങ്ങോട്ടൊക്കെ അവർ ചേർത്തല കുമ്പളങ്ങി അവരെല്ലാം പറയുന്നത് ഇതിനെ മറ്റേ ഈ മീനെ നന്ദൻ എന്നാണ് പറയുന്നത്. നമ്മളിതിനെ മുള്ളി എന്ന് പറയും. വേണ്ട പരലുണ്ട്. അതൊരു പ്രശ്നമാണല്ലോ. എന്തായാലും വല ക്ലിക്കായിട്ടുണ്ട്. ഈ ചെറിയ വല കൊണ്ട് മീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ മെനക്കെട്ടിരുന്ന വൈകുന്നേരത്തേക്ക് കയറി കറിക്കുള്ളതാകും. മറ്റേ ഇട്ടാലും അതൊക്കെ 2-3 ആകുമ്പോഴേ കിട്ടത്തുള്ളൂ. വലിയ ഭാഗമായിട്ടുള്ള ഇട്ടാലും അത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ കണ്ണിയാകലും ശകലം കൂടുതലല്ലേ. നമ്മുടെ ഈ സെക്കൻഡ് വല കിട്ടും. സെക്കൻഡ് വല എന്ന് പറയുന്നത് ഈ കടലിൽ അവർ മീൻ പിടിക്കാൻ പോകത്തില്ലേ, കണ്ടില്ലേ മറ്റേ റെഡ് കളറൊക്കെ ഉപയോഗിച്ചത്. അതിൻ്റെ കണ്ണി ഇത്ര ഈ അകലമില്ല, ഇതിനേക്കാൾ ചെറുതാണ്. ചെറിയ മീൻ പോലും പോകത്തില്ല. അത് നമുക്ക് അവിടെ സെക്കൻഡ് കിട്ടും, അടുത്ത് പോയി കിട്ടും. 350 രൂപ 400 രൂപയൊക്കെ റേഞ്ച് ആയിരിക്കും വില സ്റ്റാർട്ട് ചെയ്യുന്നത്. കിലോ അല്ല, അതിൻ്റെ ഒരു വലയുടെ വിലയൊക്കെ സെക്കൻഡ് ആയതുകൊണ്ട്. ആ സെക്കൻഡ് വല്ല അവർ വാങ്ങിച്ചിട്ട് അവരത് ഡാമേജൊക്കെ തയ്ച്ച് റെഡിയാക്കി. നമുക്ക് 1 വർഷം സീസൺ അതൊക്കെ അടിപൊളിയായിട്ട്. അതിന് കളയാട്ട് അത് ഉറക്കി കിടക്കത്തില്ല, കയറി പോത്തേ ഉള്ളൂ. ഇറങ്ങിപ്പോതെ അവിടെ കിടക്കും. മുട്ടിയ അന്നേരം പൊക്കാന്നുള്ളതേ ഉള്ളൂ അതിനകത്ത്, വേറെ ഒന്നുമില്ല. കൂടെ ഒന്ന് കാണിച്ചേക്കും. വെള്ളത്തിന് ഒഴുക്കില്ല. ഒഴുക്കില്ല. കണ്ട് വൃത്തിയായി. മീൻ പിടിച്ച് ചത്തുപോയിരിക്കാൻ വേണ്ടി ഇവിടെ നെറ്റിനകത്ത് തന്നിട്ടേക്കും. ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ അത് ആരും വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പം മഴയ്ക്ക് നേരിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. വെള്ളത്തിൻ്റെ വരവ് കുറഞ്ഞു. രാവിലെ നല്ല കലക്കലായാലും പിന്നെ ആ കലക്കൽ മാറി വെള്ളം തെളിഞ്ഞ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ഇപ്പം വെള്ളം ഇറങ്ങിയാൽ മഴ പെയ്തെങ്കിൽ നമുക്ക് വെള്ളത്തിന് അഴുക്കാകാതെ ഈ പുല്ല് ഉള്ളത് പുല്ലൊക്കെ അഴുകുമ്പോഴത്തേക്കിന് അത് നല്ല സ്മെല്ലും ഉണ്ടാവും. ഇപ്പോൾ ഈ മഴ പെയ്യുമ്പോഴത്തേക്കിന് ആ സ്മെല്ലും ബാഡ് സ്മെല്ലും എല്ലാം മാറും. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് കണ്ടുമുട്ടാം. ദിസ് ഈസ് രഞ്ജിത്ത് സൈനിങ് ഓഫ്.